എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ബംഗാളിനെ നോക്കൂ, മമതയെ നോക്കൂ, മമത അവിടെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നോക്കൂ എന്ന് പറഞ്ഞ തടി തപ്പുന്ന RSS BJP നേതാക്കളെ ഒറ്റ ചോദ്യമാണ്, യു പിയിൽ യോഗി ആദിത്യനാഥ് ചെയ്യുന്നത് പുണ്യകർമ്മമൊന്നുമല്ലല്ലോ. അത് കാണാതിരിക്കാനുള്ള സാധ്യതകളൊന്നും ഇന്ന് ഇന്ത്യ രാജ്യത്തില്ല. അത് എല്ലാ പൊതുജനങ്ങളും ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് യോഗി യു പിയിൽ ചെയ്യുന്നത് എന്നുള്ളത്. മാധ്യമ പ്രവർത്തകരെ, അതായത് യോഗി ആദിത്യനാഥിനെതിരെ കൃത്യമായിട്ടുള്ള ഒരു ആരോപണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു യുവതിയുടെ കൃത്യമായിട്ടുള്ള ആരോപണം, അത് ആ യുവതിയാണ് മാധ്യമങ്ങളോട് പറയുന്നത്. ആ ആരോപണത്തെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചു എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി അറസ്റ്റ് ചെയ്യുന്ന ഒരവസ്ഥ. സ്വാഭാവികമായിട്ടും ഒരു വ്യക്തിഹത്യ ചെയ്തു എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തി കഴിഞ്ഞാൽ സ്റ്റേഷൻ ജാമ്യം ലഭിക്കുന്ന വകുപ്പുകളാണ് ഉണ്ടാവാറുള്ളത്. അത് എല്ലാവർക്കും, മുഖ്യമന്ത്രി എന്ന് മാത്രമല്ല എല്ലാ മനുഷ്യർക്കും അത് ബാധകമാണ്. പക്ഷെ യോഗിക്കെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ, യോഗിക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ അത് ജാമ്യമില്ലാ വകുപ്പിലൂടെ കടന്നു വന്ന് 14 ദിവസം 15 ദിവസം റിമാൻഡ് ചെയ്യുന്ന ഒരു വലിയ കുറ്റമായി മാറുകയാണ്. രാജ്യത്ത് എവിടെയും ഇല്ലാത്ത ചില പുതിയ സമ്പ്രദായങ്ങൾ കൊണ്ടുവരികയാണ് യോഗി ആദിത്യനാഥ്. അങ്ങനെ തനിക്കെതിരെ വരുന്ന ആരോപണങ്ങളെയൊക്കെ അതിനൊക്കെ തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ട് യോഗി ആദിത്യനാഥ് ഒരു പരിചയാക്കുന്നതാണ് ഇങ്ങനെയുള്ള ശിക്ഷാ നടപടികൾ. അത് ആരും മറന്നു പോകരുത്. അത് BJPയുടെയും RSSന്റെയും നേതാക്കൾ മറന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓർമ്മപ്പെടുത്തുന്നത്. മറ്റൊരു കാര്യം പറയാം, മമതയെ നോക്കൂ എന്ന് പറയുന്നവരോട് വേറൊരു കാര്യം പറയാം. നോയിഡയിൽ ഒരു സംഭവം ഉണ്ടായി. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, ആ പോലീസ് ഉദ്യോഗസ്ഥനെ കോൺസ്റ്റബിളാണ്, യുവാവാണ്. ആ പോലീസ് ഉദ്യോഗസ്ഥൻ യോഗി ആദിത്യനാഥിനെതിരെ അവിടെ സംസാരിച്ചു കൊണ്ടുണ്ടായിരുന്നു. അതായത് യോഗി ആദിത്യനാഥിൻ്റെ ചില ക്രമക്കേടുകളെ സൂചിപ്പിച്ച് അദ്ദേഹം സംസാരിക്കാറുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വിവരങ്ങൾ യോഗിയെ അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ, യോഗി ഭക്തന്മാർ എന്ന് പറയുമ്പോൾ കൂടെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർ, യോഗിയെ അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ യോഗി ആദിത്യനാഥിൻ്റെ ഇടപെടലിലൂടെ ആ യുവാവായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥനെ, കോൺസ്റ്റബിളിനെ ജോലിയിൽ നിന്നും പുറത്താക്കുകയാണ്. ഒരു നീക്കുപോക്കുകളുമില്ലാതെ സർക്കാരിനെതിരെ പ്രവർത്തിച്ചു എന്ന് പറഞ്ഞിട്ട് പുറത്താക്കുകയാണ്. അങ്ങനെ പുറത്താക്കിയതിന് ശേഷം ഈ പോലീസ് കോൺസ്റ്റബിൾ മുനീഷ് യാദവ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഉടൻ തന്നെ ഇറ്റാവയിലെ കലക്ടറേറ്റിലെത്തുന്നു. കലക്ടറെ കാണാൻ വേണ്ടിയിട്ട് കലക്ടറേറ്റിലെത്തുന്നു. എന്നാൽ കലക്ടർ അദ്ദേഹത്തെ കാണാൻ വേണ്ടി കൂട്ടാക്കുന്നില്ല. കലക്ടറിൻ്റെ തിരക്ക് മൂലമായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വിശദീകരണം. ഒടുവിൽ ഈ മുനീഷ് യാദവ് വാർത്താസമ്മേളനം വിളിക്കുന്നു. വാർത്താസമ്മേളനം വിളിച്ചിട്ട് ഈ ഞെട്ടിപ്പിക്കുന്ന സത്യം പുറത്തു പറയുന്നു. ഇദ്ദേഹത്തിൻ്റെ വാർത്താസമ്മേളനത്തിന് ശേഷം JB സിംഗ്, അവിടുത്തെ കലക്ടർ JB സിംഗിൻ്റെയും വാർത്താസമ്മേളനം കടന്നു വരുന്നു. രണ്ടുപേരും വാർത്താസമ്മേളനം വിളിച്ചതിന് ശേഷം JB സിംഗ് ഇദ്ദേഹത്തിൻ്റെ, മുനീഷ് യാദവിൻ്റെ പുറത്താക്കൽ നടപടിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം സംസാരിക്കുന്നു. അദ്ദേഹം ആദ്യം കാണാൻ കൂട്ടാക്കാത്തത് തിരക്ക് മൂലമായിരുന്നു. അങ്ങനെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ യോഗി ആദിത്യനാഥിനെതിരെ സംസാരിച്ചു എന്നതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ യാദവ് വിഭാഗം, അതായത് ഈ യാദവ് വിഭാഗം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അഖിലേഷ് യാദവിനോട് ഒരു കൂറു പുലർത്തുന്ന ആളുകളായതുകൊണ്ട് തന്നെ ആ ഒരു വിഭാഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ പുറത്താക്കി എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ ലഭിക്കുന്നുള്ളത്. ഇങ്ങനെ പച്ചയായിട്ടുള്ള ക്രൂരത മുന്നോട്ട് വെക്കുന്നു. തനിക്കെതിരെ ശബ്ദിക്കുന്നവർ, തനിക്കെതിരെ ആരോപണം ഉയർത്തുന്നവർ, തനിക്കെതിരെ വിരൽ ചൂണ്ടുന്നവരൊക്കെ തൻ്റെ ശത്രുക്കളാണെന്ന് കരുതിയിട്ട് രാജ്യത്തുടനീളമില്ലാത്ത ചില പുതിയ പരിഷ്കാരങ്ങൾ ഉപയോഗിച്ച് പൊതുസമൂഹത്തെ, പൊതുജനങ്ങളെ, ഉദ്യോഗസ്ഥരെ, മാധ്യമ പ്രവർത്തകരെ വേട്ടയാടുന്ന പുതിയ പ്രക്രിയകൾ മുന്നോട്ട് വെക്കുന്ന ഒരു സ്വഭാവ രീതിയാണ് യോഗി കാണിക്കുന്നത്. എന്നിട്ട് പോലും അത് കാണാതെ അങ്ങ് ബംഗാളിൽ മമത ചെയ്യുന്നത് നോക്കൂ എന്ന് പറഞ്ഞു നടക്കുന്ന BJP RSS പ്രവർത്തകർ ഒരു കാര്യം ചിന്തിക്കുക. പൊതുജനങ്ങൾ കാത്തിരിക്കുകയാണ് 2022 നിയമസഭാ തിരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട്. കാരണം വ്യാജ ഏറ്റുമുട്ടലുകൾ അടങ്ങുന്ന, പൊതുജന സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യുന്ന, കർഷകരുടെ സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്ത് കർഷകരുടെ അവകാശങ്ങളെ നിന്ദിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന യോഗി ആദിത്യനാഥിനെതിരെ ശക്തമായിട്ടുള്ള തീരുമാനമെടുക്കാൻ അവിടുത്തെ പൊതുജനങ്ങൾ കാത്തിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.